വെൽക്കം ടു നിലൂസ് കിച്ചൻ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കബനി ഫോറസ്റ്റ് കാണാൻ പോവാണ്, ഉൾക്കാട്ടിക്കൂടെ ഒരു യാത്ര. അപ്പം നാഗർഹോളെ ടൈഗർ റിസർവിൽ ഒരു ഫേമസ് ആയിട്ടുള്ള വൈൽഡ് ലൈൻ സഫാരിയാണ് കബനി ഫോറസ്റ്റ് സഫാരി. അപ്പോൾ നമ്മളത് കാണാനാണ് പോകുന്നത്. 3 മണിക്കൂർ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള സഫാരിയാണ്. നമ്മൾ ആദ്യം ബുക്ക് ചെയ്താണ് പോകുന്നത്. 3 മണിക്കാണ്, 3 മണി ടു 6 മണി വരെയാണ്. അപ്പോൾ പോകുന്ന വഴിക്കൽ ഒരാന ഇങ്ങനെ റോഡുമ്മലായി നിന്ന്, അപ്പോൾ കുറച്ച് ടൈം അങ്ങനെ പോയി. നമുക്ക് കാറൊക്കെ ഇങ്ങനെ ബ്ലോക്കായി നിന്ന്, ഭാഗ്യത്തിന് കുഴപ്പമൊന്നും പറ്റിയില്ല. കുറച്ച് ടൈം അങ്ങനെ നിന്ന് ആന കാട്ടിലേക്ക് കയറിപ്പോയി. ഇത് പോകുന്ന വഴിയാട്ടോ. ഒരുപാട് ആനകളുണ്ട്, പോകുന്ന വഴിക്കലൊക്കെ കണ്ട്. ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഉൾക്കാട്ടിൽ പോയിട്ട് എന്തൊക്കെ മൃഗങ്ങളെ കാണുമെന്നൊക്കെ നോക്കാം. കബനി നിരാശപ്പെടുത്തില്ല എന്നാണ് പറയാറ്. എല്ലാവരും മൃഗങ്ങളൊക്കെ അവിടെ നിന്ന് കാണലുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ബസ്സിൽ കയറിയാണ് പോണത്. അപ്പോൾ ബസ് കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളൊരു കൊമ്പനെ കണ്ടു. നല്ല ഉയരമുള്ള ബസ്സായതുകൊണ്ട് നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വലിയൊരു ആന. പക്ഷേ ഈ ആനക്കൊരു ഇതിൻ്റെ വാലെന്തോ ആയിപ്പോയിട്ടുണ്ട്. വാലില്ലാത്ത ആനാണിത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ബസ് എടുത്ത് നമുക്ക് ഇനി അടുത്ത് സ്പോട്ട് ചെയ്തത് കടുവേനാണ്. ഓരോ മൃഗത്തിനെയും കാണുന്നേരോ ആ ബസ്സിലുള്ള ഡ്രൈവർക്ക് അറിയാം. ഓല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുമല്ലോ, കുറേ ഡ്രൈവർമാരുണ്ടാവുമല്ലോ. അപ്പോൾ കടുവ ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന്. ഭാഗ്യത്തിന് കടുവയെ കണ്ട്. കബനി നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് പറയുന്നത് വെറുതല്ല, നമുക്കത് മനസ്സിലായി. അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ട്. എന്തായാലും പോയാൽ എന്തായാലും നമ്മൾ മൃഗത്തിനെ കാണും, അത് ഉറപ്പാണ്. കുറച്ച് നേരം അതവിടെ അങ്ങനെ നിന്നു. കടുവക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ വണ്ടിയൊന്നും കണ്ടാലും അത് ഇങ്ങോട്ടും പോകുമൊന്നുമില്ല. അത് ധൈര്യത്തോടെ അവിടെ നിൽക്കും. എന്തുണ്ടെങ്കിലും അവിടെ നിൽക്കും അത്. ഇതിനെ കണ്ടുകൊണ്ട് മാനുകളൊക്കെ പോയിട്ടുണ്ട്. വളരെ നല്ലൊരു സഫാരി ആയിരുന്നു. അപ്പം അതിങ്ങനെ നടന്നു വരുന്നുണ്ട്. നമ്മളെ ബസ്സിൻ്റെ ഫ്രണ്ടിലൂടെ ആയിരുന്നു അത് പോയത്. അത്രയും അടുത്ത് കാണാൻ പറ്റി. കുറച്ച് ടൈം അങ്ങനെ നിന്നു. അത് കാട്ടിലേക്ക് തന്നെ കയറിപ്പോയി. കുറച്ചധികം നേരം അവിടെ നിന്നു. പിന്നെ അത് അങ്ങോട്ട് കയറിപ്പോയി. പിന്നെ നമ്മൾ യാത്ര തിരിച്ചു. പിന്നെ ഒരു കലമാനെ കണ്ടു. ഒരുപാട് മാനുകളും കുറേ നിറഞ്ഞ് മൃഗങ്ങളുണ്ട്. നമ്മൾ ബസ്സിൽ യാത്ര വീണ്ടും തിരിച്ചു.
നല്ല അതിസുന്ദരമായ കാട് തന്നെയാണ്. ഉൾക്കാട് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്തായാലും നല്ല രസമായിട്ടുള്ള കാട്. കുറേ പക്ഷികളും നല്ല ഭംഗിയുള്ള കാട് തന്നെ. നമ്മൾ ആനനെ കണ്ട്, ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു. കരടി, അങ്ങനത്തെ പല മൃഗങ്ങളും ഉണ്ട് അവിടെ. ഒരുപാട് മൃഗത്തിനെ കണ്ടു. പുലി. കബനി ആരെയും നിരാശപ്പെടുത്തില്ല. എത്രയോ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കടുവേനെ. ഒരുപാട് മൃഗങ്ങളുണ്ട്. നമുക്ക് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഈ ഉൾക്കാട്ടിൽ കൂടെ പോകുമ്പോൾ. നല്ല ശുദ്ധമായ ഓക്സിജൻ, നല്ലൊരു ഫീൽ തന്നെയാണ്. പിന്നെ നമ്മളവിടുന്ന് ബസ് തിരിച്ച് വീണ്ടും ഒരു കരടിയെ കൂടെ കണ്ട് നമ്മളെ ബസ്സിൻ്റെ മുന്നിൽ കൂടെ എങ്ങനെ നടന്നു. കുറച്ച് നേരം അങ്ങനെ കഴിച്ച് അത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോയി. അത്യാവശ്യം വലുപ്പമുള്ള കരടി തന്നെയാണ്. അത് കുറേ കഴിഞ്ഞ് ഉൾക്കാട്ടിലേക്ക് തന്നെ കയറിപ്പോയി. ഇവിടെ നമുക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ, കുറേ ബസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. കുറേ സഫാരി ഇങ്ങനെ പോകുന്ന നേരം എന്ത് മൃഗത്തിനെ കാണുകയാണെങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടേക്ക് എത്താൻ കഴിയും. ഏതായാലും നല്ലൊരു സഫാരി ആയിരുന്നു. മനസ്സ് നിറഞ്ഞ് ഒരുപാട് മൃഗത്തിനെ കാണാൻ പറ്റി. നിങ്ങളും കബനി സഫാരി പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.